ഈ സിനിമയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ പറയാം. നമ്മുടെ ആ പഴയ ജയറാമേട്ടനുണ്ടല്ലോ, അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ മകനായ കണ്ണനെയും രണ്ടു പേരൂടെ ചേർന്നപ്പോഴത്തേക്കും ഒരു ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജീവിതത്തിൽ തോറ്റു മാത്രം ശീലമുള്ള ഒരാൾക്ക് ജയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ ഒരു സിനിമയുടെ വിജയം അതിൻ്റെ 50% സംവിധായകൻ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി യൂണിറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ജയറാമേട്ടൻ, ആശാ ശരത്ത്, കണ്ണൻ, ഇവർ 3 പേരോട് ഒന്നിച്ചപ്പോഴത്തേക്കും മലയാള സിനിമ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഫാമിലി യൂണിറ്റായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ജയറാമേട്ടനും അതുപോലെ തന്നെ ആശാ ശരത്തും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ജോഡികളായിട്ട് ഇവരെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഞാനിവിടെ പറയാം. ജയറാമേട്ടനും ആശാ ശരത്തൂടെ മിററിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ജയറാമേട്ടൻ ആശാ ശരത്തിനോട് പറയുന്നുണ്ട്, നീ ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ആ സീനിൽ അവർ അഭിനയിക്കുകയായിരുന്നില്ല, അവർ ജീവിച്ച് കാണിക്കുകയായിരുന്നു. അമ്മ വേഷമാണ് ആശാ ശരത്ത് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയുടെ ഒരു മുതൽക്കൂട്ട്, ഒരു ലാളിത്യം, എന്താ പറയുക, ആ അമ്മയുടെ ഒരു ലാളിത്യവും ആ ഡയലോഗ് പ്രസൻറ്റേഷനുമൊക്കെ എനിക്കങ്ങ് കണ്ണെടുക്കാൻ തോന്നിയില്ല. അത്ര ഗംഭീരമായിട്ട് ആശാ ശരത്ത് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കണ്ണൻ്റെ വേഷം, ക്ലൈമാക്സിലൊരു സീനുണ്ട് അവൻ അഭിനയിക്കുന്നത്, അവൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസായി മാറിക്കഴിഞ്ഞു. അത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. ഒരു കൂൾ സൈലൻറ്റ് ഫിലിം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ബാലൻസിംഗ് ഉണ്ട് ഈ സിനിമയിൽ. നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരണമെന്നുണ്ട്, ഒരു ക്ലാസിക് ജയറാമേട്ടൻ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോളൂ. ഗംഭീര പ്രണയം, ഒരു ഫാമിലി വൈബ്, ഹാർഡ് വർക്ക്, ഇമോഷൻസ്, ഇവയെല്ലാം ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് കൂൾ ഫാമിലി എൻ്റർടൈനറാണ് ആശകളായിരം. ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊരു സൈലൻറ്റ് ബാലൻസിങ് മൂവിയാണ്, ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഇതിൻ്റെ ആ ഒരു പ്രണയം, ആ ഒരു സൈലൻസ്, ആ ഒരു സോങ്, അച്ഛനും മകനും തമ്മിലുണ്ടാകുന്ന ചില തമാശകൾ, ചില വിദ്വേഷങ്ങൾ, ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തു, ഒരു പ്രശ്നമില്ല. നല്ലൊരു മലയാളം ക്ലാസിക് മൂവി നിങ്ങൾക്ക് സമ്മാനിക്കും. അപ്പം കണ്ടിട്ട് അഭിപ്രായം എഴുതൂ. താങ്ക് യു.